ഏതെങ്കിലും ഒരു സാധനത്തിന്റെ അവസരാത്മക ചെലവ് പ്രസ്തുത സാധനം ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി ഉപയോഗിച്ച വിഭവങ്ങൾ ഉപയോഗിച്ച് ഉൽപ്പാദിപ്പിക്കാമായിരുന്ന തൊട്ടടുത്ത ഏറ്റവും മെച്ചമായി ഉപേക്ഷിക്കപ്പെട്ട സാധനം. ഒരു ക്ലാസ്സിൽ 10 കുട്ടികളുണ്ട്. അപ്പോൾ ടീച്ചർ ക്ലാസ്സിലേക്ക് 2 ഗിഫ്റ്റ് ബോക്സുകൾ ടീച്ചർ കൊണ്ടുവരികയാണ്. അപ്പോൾ ഈ ക്ലാസ്സിലെ കുട്ടികൾക്ക് ടീച്ചർ ആദ്യം ചോക്ലേറ്റ് കൊടുക്കുന്നത്. ചോക്ലേറ്റ് ആണല്ലേ മാസ്റ്റർ. ഓക്കെ, അപ്പോൾ ചോക്ലേറ്റ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. രണ്ടാമത്തെ കുട്ടിക്ക്, മൂന്നാമത്തെ കുട്ടിക്ക് കൊടുത്തു, നാലാമത്തെ കുട്ടിക്ക്, അഞ്ചാമത്തെ കുട്ടിക്ക് കൊടുത്തു, ആറാമത്തെ കുട്ടിക്ക് ചോക്ലേറ്റ് കൊടുത്തു. പക്ഷെ അവിടെ ഇപ്പോൾ ചോക്ലേറ്റ് കഴിഞ്ഞു അല്ലേ? അപ്പോൾ ആകെ പ്രശ്നമായി. ചോക്ലേറ്റ് മറ്റുള്ള കുട്ടികൾക്ക് ചോക്ലേറ്റ് ചോദിക്കുകയാണ്, പക്ഷേ ചോക്ലേറ്റ് ഇല്ല. അപ്പോൾ നമ്മൾ പറഞ്ഞു വിഭവങ്ങൾ സ്കേഴ്സിറ്റിയാണ്. അതുകൊണ്ട് സ്കേഴ്സിറ്റി അവിടെ ദൗർലഭ്യം, ചോക്ലേറ്റിന് വളരെ ദൗർലഭ്യം ആ ക്ലാസ്സിൽ അനുഭവപ്പെടുകയാണ്. അപ്പോൾ നിങ്ങൾ നോക്കുക, പിന്നെ ടീച്ചർ എന്ത് ചെയ്യാണ്? ഐസ്ക്രീം കൊണ്ടുവരികയാണ് അല്ലെ? ഐസ്ക്രീം അടുത്ത കുട്ടികൾ, ഇന്നത്തെ കുട്ടികൾക്ക് ഐസ്ക്രീമാണ് ടീച്ചർ ഇവിടെ കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ ഇതിപ്പോൾ നമ്മളിങ്ങനെ ജസ്റ്റ് കുട്ടികളുടെ കയ്യിൽ കൊടുത്തായിട്ട് പറയുന്നത്, അല്ലെങ്കിൽ ഇവിടെ ആകെ കയ്യിലുള്ളത് ഈ ആകെ 6 ചോക്ലേറ്റും 4 ഐസ്ക്രീമാണ്. ക്ലാസ്സിൽ 10 കുട്ടികളുണ്ട്. ഇപ്പോൾ ഇതിൽ എല്ലാ കുട്ടികൾക്കും ഐസ്ക്രീം കൊടുക്കാൻ പറ്റില്ല, എല്ലാ കുട്ടികൾക്കും എന്ത് ചെയ്യാൻ പറ്റില്ല? ചോക്ലേറ്റ് കൊടുക്കാൻ കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് അവിടെ എന്ത് വേണം? തെരഞ്ഞെടുപ്പ് വേണം, ചോയ്സ് വേണം. അല്ല, നിങ്ങൾ ഈ കണക്ഷൻ ഒന്ന് നിങ്ങൾ നോക്കുക. സ്കേഴ്സിറ്റി ശരിക്കും നമ്മൾ ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ എന്താണ്? നമ്മുടെ ടോപ്പിക്കാണ് അടിസ്ഥാന സാമ്പത്തിക പ്രശ്നം. സ്കേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ ശരിക്കും അവിടെ തീർന്നു അല്ലെ? സ്കേഴ്സിറ്റി ഈ സ്കേഴ്സിറ്റി ഉണ്ടാകുമ്പോൾ പിന്നെ എന്തിലേക്ക് ഒഴിവെക്കുന്ന ചോയ്സ് തെരഞ്ഞെടുക്കണം, അല്ലെങ്കിൽ പ്രിഫറൻസ് മുൻഗണന നമ്മൾ കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഇവിടെ ചോയ്സ് നമ്മൾ പറയുമ്പോൾ ഇവിടെ എന്ത് വേണ്ട? ഇപ്പോൾ ഒരു കുട്ടി ഐസ്ക്രീമാണ് ചൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ കുട്ടിക്ക് എന്ത് ചെയ്യില്ല? ചോക്ലേറ്റ് കിട്ടില്ല. ചോക്ലേറ്റ് ആണ് ചൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ കുട്ടികൾക്ക് മറ്റേ ചോക്ലേറ്റ് ചൂസ് ചെയ്ത കുട്ടിക്ക് ഐസ്ക്രീം ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടേക്ക് മാറും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ എന്തുണ്ടാവും? അവസരാത്മക ചെലവ്, ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. അല്ല, ഐസ്ക്രീമിന്റെ അവസരാത്മക ചെലവ് ചോക്ലേറ്റ് ആണ്. ചോക്ലേറ്റിന്റെ അവസരാത്മക ചെലവ് നമുക്ക് ഐസ്ക്രീം എന്ന് പറയാം. 2 സാധനം ചോക്ലേറ്റ് ഐസ്ക്രീം കൊണ്ട് പറഞ്ഞതുകൊണ്ടാണ്. അല്ല, ഇപ്പോൾ ഒരു 2 മണിക്കൂർ സമയം, 2.5 മണിക്കൂർ സമയമുണ്ട്. 2.5 മണിക്കൂർ സമയം കൊണ്ട് 2 കാര്യം, ഒന്നെങ്കിൽ സിനിമ അല്ലെങ്കിൽ പുസ്തകം വായിക്കാം, എക്കണോമിക്സിന്റെ പുസ്തകം വായിക്കാം. ഇപ്പോൾ 2.5 മണിക്കൂർ സിനിമ കാണുന്നതിന്റെ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് 2.5 മണിക്കൂർ എക്കണോമിക്സിന്റെ പുസ്തകം വായിക്കുന്നത് അല്ലെങ്കിൽ പഠിക്കുന്നത് എന്നുള്ളതാണ് അല്ലെ? അപ്പോൾ അല്ലെങ്കിൽ 2.5 മണിക്കൂർ പുസ്തകം വായിക്കുന്നതിന്റെ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് 2.5 മണിക്കൂർ സിനിമ കാണുന്നതാണ്. അപ്പോൾ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയാം. അപ്പോൾ 2 കാര്യങ്ങൾ പറയും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ഇത് വെച്ചുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? കുറച്ചുകൂടി ഈസി ആയിട്ട് ഈ അവസരാത്മക ചെലവ് എന്താണ്? സ്കേഴ്സിറ്റി, ചോയ്സ്, അവസരാത്മക ചെലവ്, ഇത് മൂന്നും കണക്ട് ചെയ്ത് വരുന്നത്. അത് സ്കേഴ്സിറ്റി, അത് ചോയ്സിലേക്ക് ഒഴിവെക്കുന്നു, അത് എന്തായി മാറുന്നു? പിന്നെ ഓപ്പർച്യൂണിറ്റി കോസ്റ്റിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് നമ്മൾ ഇതിൽ മനസ്സിലാക്കി വെക്കാനുള്ളത്.